ഹായ് കൂട്ടുകാരെ, ഫീനിക്സ് ഓൺ വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആലപ്പുഴ ബോട്ടിങ്ങിന് പോയതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹൈപ്പ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ ആലപ്പുഴയിലാണ്. പക്ഷെ ഇന്ന് ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സാധാരണ ഒരു യാത്രയല്ല. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ശാരീരിക പരിമിതികളെ പുഞ്ചിരിയോടെ നേരിടുന്ന ഒരു കൂട്ടം പ്രിയ സുഹൃത്തുക്കളുടെ ഒത്തുചേർന്നുള്ള ഒരു ആഘോഷമാണ്. പരിമിതികൾ മനസ്സിനല്ല, ശരീരത്തിനാണെന്ന് തെളിയിക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ. വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തേക്ക് കയറാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ നമ്മൾക്ക് നേരിടേണ്ടി വന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും ബോട്ടിലുള്ള ആൾക്കാരും കൂടി സഹകരിച്ച് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി അതിന് നമ്മൾക്ക് പറ്റുന്ന നമ്മളെ കൊണ്ട് നമ്മൾക്ക് അതൊരു അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ എല്ലാവരും ബോട്ടിലേക്ക് കയറ്റാനായിട്ട് അവരെല്ലാവരും സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. സന്തോഷമായിട്ട് എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ ഏറ്റ് അങ്ങനെ പോകുന്നതിടയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാനായിട്ട് നല്ലൊരു വെൽക്കം ഡ്രിങ്കുമായിട്ട് അവർ വന്നത്. അപ്പോൾ അതെല്ലാവരും സന്തോഷത്തോടു കൂടി കുടിച്ച് അങ്ങനെ യാത്ര ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും പല വിശേഷങ്ങൾ പറയുന്നു, കാഴ്ചകൾ കാണുന്നു. ഇതിനിടയിൽ വേറൊരു വിഷമമുള്ള കാര്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടാൻ പറ്റിയില്ല. കാരണം കുറച്ചു പേര് മുകളിലും കുറച്ചു പേര് താഴെയുമായിട്ടാണ് ഇരുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മളെ പോലുള്ളവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ കയറി പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു വിഷമം പിടിച്ചു. നമ്മൾ കുറച്ചാൾക്കാർ മുകളിലും കുറച്ചാൾക്കാർ താഴെയായിട്ട് ഇരിക്കേണ്ടി വന്നു. ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയില്ല അവിടെ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മളെ പോലുള്ളവർക്ക് സഞ്ചാരയോഗ്യം അറിയാലോ, ഒട്ടുമിക്ക ആൾക്കാരും നമ്മളെ പോലുള്ളവർ അനുഭവിക്കുന്ന ഒരു വലിയൊരു വിഷയമാണ്
സഞ്ചാരി യോഗ്യമല്ല, സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾക്ക് ഇപ്പോ എവിടെ ചെന്നാലും നമ്മളെപ്പോലെ എല്ലാവരും പറയുന്ന വെച്ചാൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വീട്ടിലിരുന്നാൽ മതി, എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോണേ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല യാത്രകളിലും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതും കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മൾക്കും ആഗ്രഹങ്ങളുണ്ട്, പുറത്തു പോകണം, എല്ലായിടത്തും കറങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. പല സ്ഥലങ്ങളിലും ഞങ്ങൾക്കിപ്പോ എന്താ പറയാ, ഒരു ഹോട്ടലിൽ ചെന്നാൽ പോലും നമ്മൾക്ക് അകത്ത് കയറാൻ പറ്റില്ല, നമ്മൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കേണ്ടി വരും, വണ്ടിയിലിരുന്ന് ഫുഡ് കഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് ആ കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഈ നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയണം എന്നുണ്ടായിരുന്നു. കരയോടു തീരമല്ലേ കടലിന്റെ കഥ ചൊല്ലി, തിരയോടു കരമല്ലേ മലയുടെ കഥ ചൊല്ലി, അതു പിന്നെ മലയോടു പുഴയുടെ കഥ ചൊല്ലി, അതു പിന്നെ മുകിലോടു മഴയുടെ കഥ ചൊല്ലി. കടം കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുറുമി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടേടി കാക്കകറുമ്പി. അന്തിക്കൂടം കമിട്ടി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളിക്കുയിലേ. അലകടലല തിരയിലകുമ്പോൾ നുര പദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം, എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുര ചെറുപദ നുര നുര. കരയിലെ മണലിന്നു കടലൊരു കുറി ചൊല്ലി, കുരിമാനം എടുത്തൊരു തെന്നലിന്നു കര നൽകി. തെന്നലതു പറ പറ നഗലത്തെ മുറയുടെ കരലിന്റെ കടലിലെ കനവിൻ കട നൽകി. മൂലം പാടി കാറ്റാടി കടലിന്റെ കനയെല്ലാം കാടറിഞ്ഞേ നാടറിഞ്ഞേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കകറുമ്പി. അന്തിക്കൂടം കമിട്ടി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തിൽ മീനും പിടിക്കണം. വേമ്പനാട്ട് കായല തിരകൾ വിളിക്കുന്നു തകതിമി തിമ്മിതേ. അമ്പിളിച്ചുണ്ടന്നു വെള്ളം തുടിക്കുന്നു തകതിമി തിമ്മിതേ. ഇതിനിടയിൽ നമ്മൾ പുതിയതായിട്ട് അറിയാത്ത ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു. അവരെല്ലാവരുമായിട്ട് സൗഹൃദങ്ങൾ പങ്കിട്ട് അവരുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ ചോദിച്ചു അറിഞ്ഞു. എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പലരെയും അറിയില്ലാത്തവരുണ്ടായിരുന്നു, അവരെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മളെ യാത്ര പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ അറിയാലോ, കായൽക്കരയിലൂടെ പോകുമ്പോഴുള്ള നല്ല നല്ല നിമിഷങ്ങൾ നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നു. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കകറുമ്പി. അന്തിക്കൂടം കമിട്ടി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളിക്കുയിലേ.
മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ ലൈലാന്റെ പാദം പതിഞ്ഞുള്ള വണ്ണം പസിനോലേറെ കുറിച്ച പോലെ ലൈലും ഞാനും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ. അങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് വേറൊരു സന്തോഷം കൂടെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. അത് വേറൊന്നുമല്ല, നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു 4 പേരുടെ ബർത്ത്ഡേ ആയിരുന്നു ആ മാസം. 4 പേർക്കായിരുന്നു ആ മാസം ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പൊ ആ 4 പേരുടെയും ബർത്ത്ഡേ നമ്മൾ കേക്ക് മുറിച്ച് എല്ലാവരും നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി കേക്ക് മുറിച്ച് ഞങ്ങളത് സന്തോഷത്തോടുകൂടി നല്ല എന്താ പറയാ എല്ലാവർക്കും നല്ല ഹാപ്പിയായി. അങ്ങനെ ഒരു നല്ലൊരു നിമിഷം കൂടി ആ ബോട്ടിനകത്ത് വെച്ച്, കാരണം കായൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ആ ബോട്ട് യാത്രയിൽ വെച്ച് തന്നെ ആ കേക്ക് മുറിക്ക് സന്തോഷം, എല്ലാവരുടെയും ഒരു സന്തോഷം പങ്കിടുകയുണ്ടായി. ചേട്ടായിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ചേട്ടായിയുടെ ബർത്ത്ഡേ 15-ാം തീയതി ആയിരുന്നു. നമ്മൾ പോയത് 8-ാം തീയതി ആയിരുന്നു. അപ്പോൾ നമ്മള് ചേട്ടായിക്ക് വലിയൊരു സർപ്രൈസ് ആണ് കൊടുത്തത്. ചേട്ടായി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കേക്ക് മുറിക്കലൊക്കെ അവിടെ നടക്കുമെന്നുള്ളത്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു ട്രിപ്പാണ് ഒന്നാമത്തെ, അത് വലിയൊരു കാര്യമാണ്. ആദ്യമായിട്ടാണ് ഞാനും ചേട്ടായും കൂടി പുറത്ത് ഇങ്ങനെ ഒരു കാര്യത്തിന്
ഒരു എന്താ പറയാ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. ചേട്ടായിക്ക് അതിൻ്റെതായ ഒരു എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. കൂട്ടത്തിൽ എൻ്റെ മകനും ഉണ്ടായിരുന്നു. അവനാണ് എന്നെ വണ്ടിയിലൊക്കെ എടുത്ത് കയറ്റുകയൊക്കെ ചെയ്തതും. അതിന് വേണ്ടിയിട്ട് ഞാൻ അവനും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ഹാപ്പിനെസ്, അതെന്ന് വെച്ചാൽ ധൈര്യം. അപ്പൊ അങ്ങനെ ചേട്ടായിട്ട് ആദ്യമായിട്ടായതുകൊണ്ട് പരിചയമില്ലാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനെയും കൂടി കൂട്ടി. കളിച്ചും ചിരിച്ചും വിശേഷങ്ങൾ പറഞ്ഞും ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നല്ല നാടൻ ഫുഡ് നമുക്ക് എത്തിച്ചു തന്നത്. അപ്പോൾ അറിയാമല്ലോ, കായൽ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ഫ്രഷ് മീനൊക്കെ കൂട്ടി ഒരു ഊണ് അല്ലേ. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡെല്ലാം കഴിച്ച്
അങ്ങനെ 4 മണിയായപ്പോൾ നമുക്ക് സ്നാക്സും ചായയായിട്ട് അവർ വന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. സന്തോഷം. കായലിന് നടുവിൽ ബോട്ടിലിരുന്ന് കേക്ക് മുറിച്ചും പാട്ടുപാടിയും എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിച്ചു. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് അടുത്ത് ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഒത്തുകൂടി ഒന്നിച്ചിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ്. ഞങ്ങൾ അവിടെ ചെന്നു. എല്ലാവരുമായിട്ട് ഫോട്ടോസും എല്ലാം എടുത്ത് കുറച്ചു നേരം കൂടി അവിടെയും കൂടി നമ്മൾ സ്പെൻഡ് ചെയ്തു. എല്ലാവരും വണ്ടിയിൽ കയറി അങ്ങനെ ഓരോരുത്തരും വന്ന് നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ നല്ല അടുത്തൊരു യാത്ര ഇതേപോലെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിന്റെ വിജയം. ഈ ചാനൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ആണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.